ഹായ് ഹലോ, ഞാൻ ഇന്നലൊരു പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം. നമ്മുടെ പ്രസിദ്ധനായ സ്റ്റേജ് ആർട്ടിസ്റ്റും കോമഡി ഒക്കെ ചെയ്യുന്ന പ്രമോദ് വെളിയനാടിൻ്റെ മുഖ്യ കഥാപാത്രത്തിൽ വരുന്ന ഒരു നാടകമാണ് മാടൻ മോഷം. പൊന്നോ, ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു നാടകം വരുന്നുണ്ട്. സത്യം പറയാൻ ഞാൻ പോകുന്നില്ല എന്ന് ഇരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ടൊരു ചേട്ടനുണ്ട്, പ്രവീണേട്ടാ താങ്ക് യു. കാരണം ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നഷ്ടമായി പോയേനെ. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഓരോ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ആ മാടനായിട്ട് അഭിനയിച്ച ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അസാധ്യം. പിന്നെ പ്രമോദിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമല്ലോ, അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞ മനുഷ്യനാണ്. അതുപോലെ ഓരോ കഥാപാത്രങ്ങളും, പിന്നെ അതിൻ്റെ കൊറിയോഗ്രാഫി അടിപൊളി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു, അസാധ്യം എന്ന് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ അമ്പലങ്ങൾ ചില വിഭാഗക്കാരൊക്കെ വെച്ചിട്ട് ആരാധിക്കുകയും നമ്മളവിടെ പോവുകയും ഒക്കെ ചെയ്തിട്ട് പല അമ്പലങ്ങളും മാറി ഇപ്പം വേറെ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ നല്ലൊരു അമ്പലമുണ്ട്. നമ്മൾ എപ്പോൾ കയറി ചെന്നാലും ഭക്തിയോടെ നിൽക്കാൻ പറ്റുന്നൊരു അമ്പലം. അതുപോലെ തന്നെ അവിടെ ഇന്ന പൂജകളുണ്ടോയെന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ പാല്, മുട്ട, അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന പല വർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളെല്ലാം കൊണ്ട് നേദിക്കുന്നൊരു അമ്പലം ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ചെറിയ പനി പിടിച്ചാൽ ചെന്ന് ഭസ്മമിട്ടാ തീർന്നൊരു അമ്പലം. അങ്ങനെയൊക്കെ അത്രയും സ്നേഹത്തോടെ അമ്പലമാണ്. ഇപ്പോൾ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആൾക്കാരില്ല, പുതിയ പോറ്റുമാർ വന്നു, പുതിയ ആചാരനുഷ്ഠാനങ്ങൾ വന്നു, എല്ലാം വന്നു മാറി ഒരുപാടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും പല ബുദ്ധിമുട്ടുകളും തോന്നും. എന്നിരുന്നാലും കുഴപ്പമില്ല, ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ നാടകം വല്ലാതെ അങ്ങ് ഫീൽ ചെയ്യും. തീർച്ചയായും ഈ മാടൻ മോഷം എന്നുള്ള നാടകം നിങ്ങൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം. കാരണം അടിപൊളിയാണ്. നാടക സ്നേഹികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നാടക സ്നേഹികൾ എല്ലാവർക്കും ഇഷ്ടമാണ്.